ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഹാബിൽ. അപ്പോൾ എപ്പിസോഡ് 6-ലെ ഫസ്റ്റ് വീഡിയോ നോക്കാം. റൈറ്റിംഗ് ഓഫ് ഖദീജ എന്നുള്ള പറഞ്ഞൊരു പേജ് പോസ്റ്റ് ചെയ്താ ഒരു വീഡിയോ അതിൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായിപ്പോയി. ഇപ്പോൾ വരും, ഒന്ന് വെയിറ്റ് ചെയ്യണേ. സ്റ്റാർട്ടിങ് പോയി. നീ എൻ്റെ മനസ്സിലുണ്ടാകും, എല്ലാ കാലത്തും അതങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നീ സന്തോഷവാനായിരിക്കണം. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനും. അത് ഈ പിരിഞ്ഞു പോകുന്ന സമയത്ത്, അതായത് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റിനെ വാക്കുകൾ കൊണ്ട് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ ആ ഒരു ലൈൻസ് ആണത്. ഇതിൽ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് എൻ്റെ മനസ്സിൽ നീ എന്നും ഉണ്ടാകും, അതെല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ്. അതിന് എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്തിന്റെ ഏതൊക്കെ കോണിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ മുഖം ആലോചിക്കുമ്പോൾ നീ അത് സന്തോഷത്തോടെ ആലോചിക്കണം. നിന്റെ മുഖം ആലോചിക്കുമ്പോൾ ഞാനും സന്തോഷത്തോടെ ആലോചിക്കും. എത്രയൊക്കെ അകലങ്ങളിലാണെങ്കിലും ആ പേര് അല്ലെങ്കിൽ ആ ഒരു മുഖം അത് മനസ്സിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു ദേഷ്യമോ സങ്കടമോ വരരുത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരാൾ നമ്മളെ ലൈഫിൽ നിന്ന് മിസ്സായിക്കണമെങ്കിൽ ആ ഒരാൾ ആലോചിക്കുമ്പോൾ മനസ്സിൽ സങ്കടം വരും. അതൊരു സത്യമാണ്. അടുത്തത് കാസിനോവോ 123 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാം, ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അയാളെ ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നു, അയാൾ ഒപ്പമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അയാൾക്ക് വേണ്ടി കരഞ്ഞു, പക്ഷെ അയാളില്ലാതെ ജീവിക്കുന്നു. ലൈഫിൽ അത്രയും സ്നേഹിച്ച ഒരാളെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും, മെജോറിറ്റി ആളുകളുടെ ലൈഫിലുണ്ടാവും. കിട്ടാണ്ട് പോയ ഒരാള്, നഷ്ടപ്പെട്ടു പോയ ഒരാള്, പക്ഷെ ആ ഒരാൾക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അയാൾ വേണം, അയാൾ കൂടെ ജീവിതകാലം മുഴുവൻ ലൈഫ് ഷെയർ ചെയ്യാൻ അയാൾ വേണമെന്ന് അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാൾ കിട്ടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് അയാൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അയാളില്ലാതെ ജീവിക്കുന്നു. ഒന്ന് ആലോചിക്കണം, നമ്മൾ അത്രയും സ്നേഹിച്ചിട്ട്, നമ്മൾ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അയാൾക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ട് ലൈഫ് നമുക്കൊരു പോയിന്റ് എന്ന് അയാൾ ഇനി കൂടെ ഇല്ല എന്ന് കാണിച്ചു തരും. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിലെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സിറ്റുവേഷനാണ്, ഇതൊരു സിറ്റുവേഷനാണ് ദ ഹാർഡസ്റ്റ് പാർട്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്കും ഈ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് ഫേസ് ചെയ്ത ആളുകൾക്കും ഉണ്ടല്ലോ, ഈ ലൈൻസ് ഒക്കെ വായിക്കുമ്പോൾ ഉള്ളിൽ തട്ടുന്നൊരു തട്ടലുണ്ട്. അതിന്റെ ഡെപ്ത് വളരെ വലുതാവും. അടുത്തത് കേരള MP4 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ഒറ്റക്ക് തുഴഞ്ഞ വഞ്ചികളും തീരം എത്താറുണ്ട്. ശരിയാണ്. ഇതിപ്പോ നമ്മള് മുൻപ് പറഞ്ഞ ആ ഒരു കോട്ട് ഉണ്ടല്ലോ, അതിന്റെ വേറെ വേർഷൻ എന്ന് പറയാം. അതായത് ലൈഫില് ഒറ്റക്കാണെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താ പറയാ, പിന്നീട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫ് മുന്നോട്ട് പോകും. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൂടെ ആരും ഉണ്ടാകില്ല എല്ലാ കാലത്തും എന്നൊരു റിയാലിറ്റി അത് നമ്മൾ മനസ്സിൽ അത്രയും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു കോൺഫിഡൻസ് ആവാൻ കാരണം നമ്മളെ കൂടെ ആരുമില്ല എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അത് നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു തിരിച്ചറിവുണ്ട്. പക്ഷെ അങ്ങനെ പോയാലും നമ്മളെ വഞ്ചി തീരത്തടുക്കും, നമ്മളെ ലൈഫ് മുന്നോട്ട് പോകും, കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ മുന്നേ പറഞ്ഞ കോട്ടിന്റെ വേറൊരു വേർഷൻ, അതായത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് വേർഷൻ എന്നൊക്കെ പറയാം. പക്ഷെ കൊള്ളാം, നല്ലതാട്ടോ. അടുത്തത് മൻസൂർ എടക്കര എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. പോവാൻ നേരം അവസാനമായി ഞാൻ അയാളോട് ഇത്ര മാത്രം പറഞ്ഞു, നീ എവിടെയായിരുന്നാലും നീ സ്നേഹിക്കുന്നവരൊക്കെ നിന്നെയും സ്നേഹിക്കട്ടെ. സ്നേഹിക്കപ്പെടാത്തതിന്റെ വേദന നീ ഒരിക്കലും അറിയാതിരിക്കട്ടെ. അയാള് സ്നേഹിച്ചിട്ട് അയാളെ സ്നേഹിക്കാതെ ഒഴിവാക്കി പോകുന്ന ആളോട് പറയാണ്, നീ എവിടെ ആയിരുന്നാലും നീ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നിന്നെ സ്നേഹിക്കട്ടെ. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കാതെ ആകുമ്പോൾ ഒരു വേദന ഉണ്ട്.
അത് അനുഭവിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത്. ആ ഒരു വേദന നീ ഒരിക്കലും അറിയാതിരിക്കട്ടെ. അതിന് വേറൊരു മീനിങ് ഉണ്ട്. ആ വേദനയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഈ ഒരു വേദന നീ ഒരിക്കലും അറിയാതിരിക്കട്ടെ. താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ആ ഒരു വേദന. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകൾ ഒരിക്കലും വേദനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. പവർ ഓഫ് ലവ്. അടുത്തത് നാസ് നിയാസ് 555 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തതാ. കടന്നു പോകുന്നത് സമയമല്ല, ജീവിതമാണ്. സത്യം, ലൈഫാണ് കടന്നു പോകുന്നത്, ടൈമല്ല. ഈ സമയം എന്ന് പറയുന്നത് നമ്മളെ ലൈഫല്ലേ. നമ്മൾ പറയും, അതായത് ലൈഫ് മറ്റേ ഒരു ദിവസം പോയി, അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ലൈഫാണത്. സമയം റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ ലൈഫിനല്ലേ. ഒരു ദിവസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം 24 മണിക്കൂർ, അതായത് നമ്മളെ ഒരു 24 മണിക്കൂറിന്റെ ജീവിതം കഴിഞ്ഞു പോവാണ്. ഒരു മിനിറ്റ് പോവാണെങ്കിൽ ഒരു മിനിറ്റിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയി. അപ്പൊ സമയം നഷ്ടപ്പെടുക എന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നത് ജീവിതമാണ്, കഴിഞ്ഞു പോകുന്നതും ജീവിതമാണ്. രണ്ട് ഓപ്ഷനാണ് ഒരാൾക്കുള്ളത്. ഒന്ന് യൂസ് ചെയ്യുക, ഒന്ന് വേസ്റ്റ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, നമ്മൾ യൂസ് ചെയ്യണോ അതോ വേസ്റ്റ് ചെയ്യണോ? ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കളയുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന സമയം എന്നതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളെ ലൈഫാണ്. ഹാർഡ് റിയാലിറ്റി മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അടിപൊളി ചെറിയ ലൈൻസാണ്, മാക്സിമം 3 വേർഡ് വെച്ചിട്ടുള്ള ഒരു ലൈന്, പക്ഷെ അതിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, മീനിങ്ങിന്റെ, അത് എൻഡില്ലാത്തൊരു ഡെപ്താണത്. അടുത്തത് മാജിക് എഡിറ്റ്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ഒരു ദിവസം ഞാനും പോവും, പിന്നെ വഴക്കിടാനും ദേഷ്യം കാണിക്കാനും എല്ലാവരും മരിക്കും, എല്ലാവരും പോവും ഈ ലോകത്തുനിന്ന്. നമ്മളിപ്പം കാണിക്കുന്ന ദേഷ്യവും അതൊക്കെ മരണത്തോടു കൂടി പിന്നെ കാണിക്കാൻ നമ്മളില്ലല്ലോ. നമ്മളോട് കാണിക്കാൻ, അത് ഏറ്റുവാങ്ങാനും നമ്മളില്ല. റിയാലിറ്റിയാണ്, എല്ലാവരും മരിക്കും. ചില ആളുകൾക്ക് ഇപ്പം നമ്മൾ കാണിക്കുന്ന ദേഷ്യവും പ്രശ്നമൊക്കെ എന്താ പറയാ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തോട്ട് ഡെത്ത് ഇസ് എ റിയാലിറ്റി ആൻഡ് ഡെത്ത് ഈസ് ദ എൻഡ്. ഹാർഡ് റിയാലിറ്റി. ഇതിന് വേറെയും വേർഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഒരാൾ ദേഷ്യം കാണിക്കണമെന്നുണ്ടെങ്കിലും ഒരാൾ പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ദർ വിൽ ബി എ റീസൺ, എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അത് അത്രക്ക് ഡെപ്ത് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് അത് മാറില്ല. ഇനി അഥവാ അത് മാറുന്നതാണെങ്കിൽ, പറഞ്ഞാൽ ക്ലിയർ ആകുന്നതാണെങ്കിൽ, രണ്ടുപേരും, അപ്പുറത്ത് നിൽക്കുന്ന ആളും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാം. പക്ഷെ ഈ ദേഷ്യവും വാശിയൊക്കെ കുറെ ആളുകൾ കാണിക്കുക അവരവർക്ക് ഫ്രീഡം ഉള്ള, അവരവർക്ക് ആ ഒരു സ്പേസ് ഉള്ള സ്ഥലത്താണ്. അല്ലാത്ത സ്ഥലത്തും കാണിക്കും, പക്ഷെ നമ്മൾ അത്രയും ഒരാളുമായിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ച് നമ്മളെ റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് കൊണ്ടുവരാന്നൊക്കെ പറയുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ള സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഡെത്ത് ഇസ് ദ എൻഡ് ഫോർ എവറിത്തിങ്. ചില ആളുകൾ പറയല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഓർമ്മകൾ ജീവിക്കും. ഓർമ്മകൾ ജീവിക്കുന്നതും മനുഷ്യർ ജീവിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ മരിച്ചാൽ നമ്മളെ ടൈം അവിടെ തീരാണ്, കഴിഞ്ഞ്. തീർക്കാൻ പറ്റുന്നതെല്ലാം അതിനു മുൻപ് തീർക്കുക. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലാണ്ട് ഒരു സൈഡ് മാത്രം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആ ഒരു തെറ്റ് ചെയ്ത ആളാരാണോ അയാൾ ആ തെറ്റ് ഏറ്റു പറഞ്ഞ് ക്ഷമാപണം നടത്തിയിട്ട് തിരുത്താൻ പറ്റുന്ന തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോവാം. അപ്പം ആ കമ്മ്യൂണിക്കേഷൻ ഒരു വാല്യൂ ഉണ്ടാവും. അതല്ലെങ്കിൽ വെറുതെ സംസാരിച്ചു പോകുന്ന പോലെ. അടുത്തത് വായനക്കാരൻ എന്ന് പറയുന്ന ഒരു പേജ്. വായനക്കാരന്റെ കോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്രയും വരുന്നുണ്ട് കേട്ടോ അവരുടെ ലൈൻസ്. പുറമെ എത്ര സന്തോഷം കാണിച്ചാലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമുക്കല്ലേ അറിയൂ.
ശരിയല്ലേ? ഓൾറെഡി നമ്മള് വേറെയും ആരുടെ ഒരു കോട്ട് വായിച്ചൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. നമ്മൾ ഈ മുഖത്ത് കാണുന്ന സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ നിൽക്കുന്നത് അയാൾ നമ്മളെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമുക്ക് ബോധ്യമുള്ള രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്താണെന്നോ, നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നോ, പെയിൻ എന്താണെന്നോ ഒന്നും നമ്മൾ ചിലപ്പം അയാളെ മുന്നിൽ കാണിക്കില്ല. കാരണം അത് ചിലപ്പോൾ നമുക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ സ്വയം ആലോചിക്കും, എന്തിനും അത് കാണിക്കുന്നത്, അയാളുടെ മുന്നിൽ എൻ്റെ വേദനകളും പ്രശ്നങ്ങളും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിരിക്കുന്ന ആളുകൾ എല്ലാവരും ഹാപ്പി ആവണം എന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സന്തോഷത്തിലാവണമെന്നില്ല. ഓരോ ഉള്ളെന്താ നമുക്കറിയില്ല, ഒരു കടന്നു പോകുന്ന സ്റ്റേജ് നമുക്കറിയില്ല. എന്തായാലും ഓരോ മനുഷ്യനും കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ. അടുത്തത് റൈറ്റിംഗ്സ് ഓഫ് ഫാത്തിം എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. മറന്നിട്ടില്ല, മറക്കുകയുമില്ല, തേടി വരുന്നില്ലെന്ന് മാത്രം. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അടുത്ത് ഇൻസ്റ്റയിൽ കുറേ അധികം ഇങ്ങനത്തെ കുറച്ച് ലൈൻസുള്ള റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തേന് തിരക്കി വരുന്നില്ലെന്നേ ഉള്ളൂ, മറന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ വേറൊരു വേർഷനാണിത്. മറന്നിട്ടില്ല, മറക്കുകയുമില്ല, തേടി വരുന്നില്ലെന്ന് മാത്രം. കണക്ഷൻ എന്താ പറയുക, ഇപ്പൊ ഡെയിലി ചാറ്റിംഗ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാം, ഡെയിലി കോളിംഗ് ഇല്ലാത്ത ആളുകളാകാം, ഒരു സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായ ആളുകളാകാം ഇവര്. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് വന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരൊറ്റ റീൽ അയച്ചാൽ മതിയാവും. അവർ പറയുന്നത് അത്രേ ഉള്ളൂ, മറന്നിട്ടില്ല, മറക്കുകയുമില്ല, തേടി വരുന്നില്ലെന്ന് മാത്രം. ഒരിക്കലും മറക്കൂല, ഉള്ളിലുണ്ട്, പക്ഷെ എന്നും ഈ കണക്ഷൻ ഇല്ല എന്ന് വരുന്ന ആ ഒരു ചാറ്റിംഗ് കോളിംഗ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചിലപ്പോ എന്താ പറയാ, ആ ഒരു ബന്ധത്തിന്റെ ഡിസ്കണക്ഷൻ വീണ്ടും റീകണക്ട് ചെയ്യിപ്പിക്കാൻ വരെ കെൽപ്പുള്ള വാക്കുകളാട്ടോ. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു റീൽ അയക്കുമ്പോൾ അവിടുന്ന് റിപ്ലൈ വരും, ഞാനും അങ്ങനെ തന്നെ ആണെന്നുള്ള റിപ്ലൈ വരും. പിന്നെ പതുക്കെ അത് ചിലപ്പോൾ റീകണക്ട് ആകും. അല്ലെങ്കിൽ ഈ ഒരു റീലോട് കൂടി ചിലപ്പോൾ അത് അവിടെ തീരും. ഓക്കെ, അപ്പുറത്തെ ആളും ഇത് തന്നെയാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നീട് മനസ്സിലാക്കിയുള്ള ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നല്ല ലൈൻസ് ആണ്. അതായത് ചെറിയ വേർഡ്സ് വെച്ചിട്ടുള്ള ചെറിയ ലൈനാണ്, പക്ഷെ ഭയങ്കര മീനിങ് ഉള്ള ലൈൻസാണ്. അതാണ് ഇങ്ങനത്തെ ലൈൻസിന്റെ ഒരു പ്രത്യേകത. അടുത്തത് TD Creative 7 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നത് അവസാനിപ്പിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്രം നമ്മളോടൊപ്പം നിൽക്കുന്ന ബന്ധങ്ങളെ. നമ്മളൊക്കെ ഈ എന്താ പറയാ, ചിലപ്പോൾ ഫുൾ ടൈം അങ്ങോട്ടാവും ചെല്ലുക. അതിപ്പോ എന്താണ്, ഏതൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പോക്കുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പോണ ആ ഒരു പോക്ക്, അതൊന്ന് നിർത്തിയാല്, അല്ലെങ്കിൽ അത് കുറച്ചു കാലത്തേക്ക് ഒരു ബ്രേക്ക് പോലെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും, നമ്മൾ പോകുന്നത് കൊണ്ട് മാത്രം നമ്മളെ ലൈഫിൽ നിലനിൽക്കുന്ന കണക്ഷൻ ആണോ അതല്ലെങ്കിൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മളെ തേടി വരുന്ന ആളുകൾ ആ ഒരു കണക്ഷൻ ആണോ അത് ഭയങ്കര ടച്ച് ചെയ്യണ ലൈൻസ് ആട്ടോ. അതായത് നമ്മൾ വിചാരിക്കും ഓക്കെ, നമുക്ക് ചുറ്റുള്ള എല്ലാവർക്കും നമ്മളെ ആവശ്യമുണ്ട്, ആ കണക്ഷൻ നമ്മളെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുന്നു. ചിലപ്പോ ആ ഒരു കണക്ഷൻ, ഇത് ഞാൻ മോശമാക്കിയിട്ട് പറയില്ല, പക്ഷെ ആ ഒരു കണക്ഷൻ ചിലപ്പോൾ നിലനിൽക്കാൻ കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ടാകാം. നമ്മൾ ആ പോക്കൊന്ന് നിർത്തിയാൽ, ആ പോക്കിനൊരു അവസാനം നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായി നിലനിന്നു പോകാന്നല്ല, ഒഴിവായി പോകാം. പക്ഷെ ഇതാരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയൂല കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഫേവറേറ്റ് ആയ ആളുകളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു ബ്രേക്ക്, ഓക്കെ ഞാനിങ്ങനെ നിന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിപ്പോയാൽ ഞാൻ നിങ്ങളത് നിർത്തിയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയും. പക്ഷെ മീനിങ് ഫുൾ ലൈൻസ് ആണ്, അതായത് ഫാക്റ്റ് ആണ് ഇതൊക്കെ. ചില ആളുകൾ ലൈക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ നമ്മളെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളാ പോക്കൊന്ന് നിർത്തി നമുക്ക് മനസ്സിലാവും ആർക്കൊക്കെ നമ്മൾ ശരിക്കും ആവശ്യമുണ്ട്. നമ്മൾ പോയാൽ മാത്രം തേടി വരുന്നവരാണോ, നമ്മൾ ആ പോക്ക് അവസാനിച്ച കൂടെ നിൽക്കുന്നവരാണോ എന്നൊക്കെ. അടുത്തത് ശ്യാം K245 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ആവശ്യം കഴിയുമ്പോൾ മടുക്കുന്ന മനുഷ്യരുടെ വിരുന്നുകാരാവരുത്, അത്തരത്തിലുള്ളവരെ ജീവിതത്തിൽ ആരും കണ്ടുമുട്ടാതിരിക്കട്ടെ. അടിപൊളി.
ഏകദേശം എല്ലാം വരുന്നത് ഒരേ മീനിങ്ങിന്റെ ഒരു ഇതിലാണ്. നമ്മളിപ്പോ വായിച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ വായിച്ചാൽ ഒരുപാട് കോഡ്സും ഒരുപാട് റൈറ്റിങ്സും ഇതൊക്കെ ഏകദേശം കണക്ട് ചെയ്ത് പോകുന്നത് സെയിം മീനിങ്ങിലോട്ടായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം നമ്മളായിട്ട് കണക്ട് ആവുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ വിരുന്നുകാരാവരുത്. കാരണം അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് നമ്മളെ വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ മടുത്തു തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ളവരെ വിരുന്നുകാരാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഓർക്ക് എന്തോ ഒരു കാര്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം, ആ ഒരു ടൈമിൽ നമ്മൾ ആവശ്യം. അത്തരക്കാർ മാത്രമാവുന്നതിൽ ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നില്ല അതിലൊരു കാര്യമുണ്ടെന്ന്. അതൊരു മീനിങ് ഫുൾ ബന്ധമൊന്നല്ല. അതൊരു എന്താ പറയാ, എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ലേ. അടുത്തത് ഇതെന്താ, ഇങ്ക് സ്ലിങ്ങർ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും പിന്നീട് 1000 തവണ കിട്ടിയാലും സന്തോഷം ലഭിക്കണമെന്നില്ല. സത്യട്ടോ, നമ്മൾ പറയുമല്ലോ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുന്ന സമയത്താണ്. വിശപ്പ് മാറിയ സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കുന്ന സമയത്ത് കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു പരിഗണന, ലൈക്ക് കെയർ, ലവ്, അറ്റൻഷൻ, എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്കത് ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അധികകാലം മുന്നോട്ട് പോകില്ല. അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, അത് ആഗ്രഹിക്കുന്ന, നമുക്ക് അത്രയും ആവശ്യമുള്ളൊരു സമയത്ത് നമുക്കത് കിട്ടില്ല. അതിനുശേഷം നമുക്കത് കുറേ കിട്ടി, ഒരു കാര്യം നമുക്ക് തോന്നില്ലല്ലോ. കാരണം നമ്മളെ മനസ്സിക്ക് ഫസ്റ്റ് വരിക, ഇത് എനിക്ക് ആവശ്യമുള്ളൊരു സമയം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പൊ കിട്ടുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ്, അതിന്റെ ഒരു മധുരം അതറിയാനും ചിലപ്പോൾ ആളുകൾക്ക് സാധിക്കൂല. സോ ഇതാണ് ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് കോട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വായിച്ച ഒരുപാട് കോട്ട്സും റൈറ്റിങ്സും ഏകദേശം ഒരേ മീനിങ്ങിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു മീനിങ്സ് ഭയങ്കര ടച്ചിങ് ആണ്. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൈൻസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറെ ആളുകൾക്ക് തോന്നും ഭയങ്കര ക്രിഞ്ചാണെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ വായിച്ചതൊക്കെ ഏകദേശം പല സിറ്റുവേഷൻസ് ആണ്. ഇതൊരു കോട്ട് റൈറ്റിംഗ് എന്നതിലുപരി ഇതൊക്കെ സിറ്റുവേഷൻസ് ആണ്. ഈ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സും ലൈൻസും ആണ് നമ്മളിന്ന് വായിച്ചത്. ഇന്നല്ല, നമ്മളെ എല്ലാ എപ്പിസോഡിലും നമ്മൾ വായിക്കുന്നൊക്കെ ഓരോ സിറ്റുവേഷൻസ് ആണ്. ആ ഒരു സിറ്റുവേഷൻ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ജീവിതം കൊണ്ട് അനുഭവിച്ച ആളുകൾക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കണക്ട് ആവും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ലൈൻസിന്റെ മീനിങ് എന്താണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് കോട്ട്സ് റൈറ്റിംഗ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമന്റ് സെക്ഷനിൽ അറിയിക്കാം. ആൻഡ് ബൈ ദ വേ, ഞാൻ വീണ്ടും കോമന്റ് സെക്ഷനിൽ കോമന്റ് ഇടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ നിങ്ങളെ എല്ലാ കോമന്റുകളും മാക്സിമം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ റിപ്ലൈസ് തരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരാൾ എഫേർട്ട് എടുത്തൊരു കോമന്റ് ഇടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ്. അതിപ്പം 5 കമന്റ് ആണെങ്കിലും 2 കമന്റ് ആണെങ്കിലും 10 കമന്റ് ആണെന്നുണ്ടെങ്കിലും 100 കമന്റ് ആണെന്നുണ്ടെങ്കിലും എവറി സിംഗിൾ കമന്റ് മാറ്റേഴ്സ്. കാരണം ഒരാൾ കോമന്റ് ഇടുന്നത് അയാളുടെ ടൈം സ്പെൻഡ് ചെയ്ത്, അയാൾ എഫേർട്ട് എടുത്ത്, അയാൾ ചിന്തിച്ച്, അയാൾ ആ വീഡിയോ കണ്ടിട്ടേക്കണം. അപ്പൊ ഇത്രയും എഫേർട്ട് നമ്മളെ വീഡിയോക്ക് ഓരോരുത്തർ എടുക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്താ പറയാ, കുറച്ച് പേജുകൾ എനിക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നിരുന്നു. ആ പേജുകൾ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്നും നമുക്ക് എന്താ പറയാ കോട്ട്സ് എടുക്കാം, റൈറ്റിങ്സ് എടുക്കാം. സോ അതൊക്കെ നമുക്ക് പറയാം. ആൻഡ് നിങ്ങൾ കോട്ട് എഴുതുന്ന ആളാണ്, റൈറ്റിംഗ് എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ പേജ് ഇല്ലെങ്കിൽ ആ റൈറ്റിങ്ങും നിങ്ങൾ കോമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എപ്പിസോഡ് 7 കാണാം. ബൈ.